ഉത്തരാഖണ്ഡിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ചാർധാരം യാത്രയ്ക്കുള്ള നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുണ്ട്. ഹരിയാന, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പും വന്നു കഴിഞ്ഞു. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യും. അജീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഡൽഹിയിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥ കാണുന്നത് ഇന്നാണ്. കാരണം ഇത്രയും ദിവസം കനത്ത ചൂടായിരുന്നു, വലിയ വെയിലായിരുന്നു, പുറത്തിറങ്ങാൻ തന്നെ പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 9:30 സമയമാകുമ്പോൾ പോലും ഈ കാർമേഘം മൂടിക്കെട്ടിയ ഒരു അവസ്ഥയാണ് ഡൽഹിയിൽ. അതുകൊണ്ട് തന്നെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. 70 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനാണ് സാധ്യതയുള്ളത്. മാത്രമല്ല ഡൽഹിയിൽ കനത്ത് 1 മണിക്കൂർ മഴ പെയ്താൽ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ടാവും. അതുകൊണ്ട് അതും ജാഗ്രത വേണമെന്ന് നിർദ്ദേശമുണ്ട്. കൂടാതെ ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ, മേഘവിസ്ഫോടനത്തിലും മഴയിലുമൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അവിടെ 29 തൊഴിലാളികൾ താമസിച്ചിരുന്ന അവിടെ മണ്ണിടിച്ചിലുണ്ടായിട്ട് അതിൽ 9 പേരെ കാണാതായിരുന്നു. അതിൽ ഇന്നലെ തന്നെ 2 പേരുടെ മൃതദേഹം കിട്ടി. ഇന്ന് ഒരാളുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല അവിടെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ ചാർധാം തീർത്ഥയാത്ര അത് താൽക്കാലികമായി നിർത്തിയിരുന്നു. അതിപ്പോൾ വീണ്ടും പഴയ നിലയിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് നിയന്ത്രണങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട്. മാത്രമല്ല എന്തെങ്കിലും തരത്തിൽ പ്രതികൂല കാലാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് അനുവാദവും നൽകിയിട്ടുണ്ട്. കൂടാതെ ഹരിയാന, മധ്യപ്രദേശ്, ഹിമാചൽ, ഒഡീഷ, ഗുജറാത്ത്, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അലർട്ടുകളുണ്ട്, മുന്നറിയിപ്പ് ഉണ്ട്. എന്തായാലും അതിശക്തമായ മഴ അത് വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്.